പാലക്കാട് ബ്ലൂവറി കമ്പനി വാങ്ങിയ ഭൂരേഖകൾ എലപ്പള്ളി വില്ലേജ് ഓഫീസിൽ ഇല്ലെന്ന് മുൻ എംഎൽഎ അനിൽ അക്കര. നിയമസഭാ സമിതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് അനിൽ അക്കര സ്പീക്കർക്ക് കത്ത് നൽകി. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി അധിക്ഷേപം നിയമസഭയിൽ ഉന്നയിച്ച് എംഎൽഎ എ.പി. അനിൽകുമാർ. കഴകപ്രവൃത്തിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന അപേക്ഷ നൽകി ജീവനക്കാരൻ ബാൽ. ചാലക്കുടിയിൽ ബീവറേജ് ഔട്ട്ലെറ്റ് ഷോപ്പിൽ നിന്നും പതിവായി മദ്യം മോഷ്ടിക്കുന്നയാൾ പോലീസ് പിടിയിലായി. തുരുത്തിപ്പറമ്പ് സ്വദേശി മോഹൻദാസാണ് അറസ്റ്റിലായത്. ദേശീയപാത കല്ലിടുക്കിൽ നിർത്തിയിട്ട ലോറിക്ക് പുറകിൽ മറ്റൊരു ലോറി ഇടിച്ചുണ്ടായ അപകടത്തിൽ തമിഴ്നാട് സ്വദേശി മരിച്ചു. ഒരാൾക്ക് ഗുരുതര പരിക്ക്. കയ്പമംഗലം വഞ്ചിപ്പുരയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റു. രണ്ടുപേർക്കാണ് കടന്നൽ കുത്തേറ്റത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. വേനൽ കടുത്തതോടെ വേലൂർ തയ്യൂരിൽ പുഴ വറ്റി വരളുന്നു. ആലുക്കൽ ചിറപ്പാലത്തിന് താഴെയുള്ള തടയണ തകർന്നതോടെ പുഴയിൽ വെള്ളം തടഞ്ഞു നിർത്താൻ കഴിയാത്ത സ്ഥിതിയായി. വാർത്തകൾ വിശദമായി. ഭൂപരിഷ്കരണ നിയമം അട്ടിമറിച്ച് ഭൂമി കൈവശപ്പെടുത്തിയ ഒയാസിസ് കമ്പനിക്ക് ബ്ലൂവറി തുടങ്ങാൻ നൽകിയ അംഗീകാരം റദ്ദാക്കണമെന്ന് മുൻ എംഎൽഎ അനിൽ അക്കര ആവശ്യപ്പെട്ടു. കമ്പനിയുടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ പഞ്ചായത്തിൽ കാണാനില്ലെന്നും അനിൽ അക്കര തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഒയാസിസ് കമ്പനി മിച്ചഭൂമി കൈവശപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് റവന്യൂ മന്ത്രി കെ രാജൻ നിയമസഭയിൽ എംഎൽഎമാർക്ക് നൽകിയ മറുപടിയിൽ ഇവർ കൈവശപ്പെടുത്തിയ 25 ഭൂമിയിൽ 10 ഏക്കർ ഭൂമി മിച്ചഭൂമിയാണെന്ന് കണ്ടെത്തിയതിനാൽ ഇവർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതായി മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. 3 തരത്തിലുള്ള നിയമലംഘനമാണ് കമ്പനി നടത്തിയതെന്നും അനിൽ അക്കര ആരോപിച്ചു. ഇപ്പോൾ എലപ്പള്ളി താലൂക്കിൽ ഈ കമ്പനി രജിസ്റ്റർ ചെയ്ത ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും കാണാനില്ലെന്ന മറുപടിയാണ് ലഭിച്ചതെന്നും കമ്പനി നടത്തിയ നിയമലംഘനത്തിനെതിരെ നിയമസഭാ സമിതി പരിശോധിക്കാൻ ആവശ്യപ്പെട്ട സ്പീക്കർക്ക് കത്ത് നൽകിയതായും അനിൽ അക്കര പറഞ്ഞു. കമ്പനിക്ക് ബ്ലൂവറി തുടങ്ങാൻ തത്വത്തിൽ നൽകിയ അംഗീകാരം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്കും പരാതി കൊടുത്തതായും അനിൽ അക്കര വ്യക്തമാക്കി. ആ കമ്പനി വാങ്ങിയ ഭൂമികൾ, ആ ഭൂമികളുടെ മുന്നാധാരങ്ങൾ കാണാനില്ല. ഇന്ന് എൻ്റെ കയ്യിലുള്ള വിവരാവകാശ രേഖയിൽ അവർ പറയുന്നത് ഈ കമ്പനി വാങ്ങിയ ഭൂമികളുടെ പട്ടയരേഖകളോ ആധാരങ്ങളോ സംബന്ധിച്ച് യാതൊരു വിവരങ്ങളും എലപ്പള്ളി വില്ലേജ് ഓഫീസിൽ ഇല്ല എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് എലപ്പള്ളി വില്ലേജ് ഓഫീസിൽ ആ പ്രദേശത്തെ നികുതി അടയ്ക്കുന്ന ഭൂമികളുടെ രേഖകളില്ലാതാകുന്നത്? ഈ കമ്പനി 2 വർഷം മുമ്പ് വാങ്ങിയ ഭൂമികൾ എങ്ങനെയാണ് പോക്കുവരവ് ഈ വില്ലേജ് ഓഫീസ് നടത്തിക്കൊടുത്തത്? ആധാരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോക്കുവരവ് നടത്താൻ കഴിയൂ. അപ്പോൾ ആധാരങ്ങൾ പരിശോധിക്കും. ആ ആധാരങ്ങൾ പരിശോധിക്കുമ്പോൾ ആ പരിശോധിച്ച രേഖകൾ ആ വില്ലേജ് ഓഫീസിൽ കാണണം. അതുപോലെ തന്നെ അവിടെ രജിസ്റ്റർ ഉണ്ട്. എലപ്പള്ളി വില്ലേജ് ഓഫീസിൽ ആ വില്ലേജ് ഓഫീസിൽ ഏതൊക്കെ ഭൂമികൾക്ക് പട്ടയം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് രേഖ എവിടെ ഉണ്ടാവും? ആ രേഖകൾ ആ വില്ലേജ് ഓഫീസിൽ കാണാനില്ല എന്ന് പറഞ്ഞാൽ ഈ ഒയാസിസ് കമ്പനിക്ക് കൊടുത്ത ഭൂമികളിൽ ഭൂരിഭാഗം ഭൂമികളും പട്ടയ ഭൂമികളാണ്. ആ പട്ടയ ഭൂമികളുടെ വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകളിൽ ഒരു കാരണവശാലും ഇൻഡസ്ട്രി അനുവദനീയമല്ല പട്ടയ ഭൂമികളിൽ. അപ്പോൾ അങ്ങനെ പട്ടയ ഭൂമികളിൽ അനുവദനീയമല്ലാത്ത ഒരു സംഗതി ഇൻഡസ്ട്രി തുടങ്ങാൻ സർക്കാർ അനുമതി കൊടുത്തു എന്ന് പറഞ്ഞാൽ തന്നെ അഴിമതിയാണ്. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴക പ്രവൃത്തിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് മാനേജിംഗ് കമ്മിറ്റിക്ക് അപേക്ഷ നൽകി ബാലു. ജാതി അധിക്ഷേപത്തെ തുടർന്നാണ് കത്ത് കൈമാറിയത്. മാനേജിംഗ് കമ്മിറ്റിക്ക് അഡ്മിനിസ്ട്രേറ്റർ വഴിയാണ് കത്ത് കൈമാറിയത്. ഇതേസമയം കൂടൽമാണിക്യം വിഷയം എ.പി. അനിൽകുമാർ എംഎൽഎ നിയമസഭയിൽ ഉന്നയിച്ചു. പരാതി നൽകിയവർക്കെതിരെയാണ് നടപടിയെടുക്കേണ്ടതെന്നും ശുദ്ധികലശം ചെയ്തത് അങ്ങേയറ്റം തെറ്റാണെന്നും അനിൽകുമാർ ഉന്നയിച്ചു. ചാലക്കുടിയിൽ ബീവറേജ് ഔട്ട്ലെറ്റ് ഷോപ്പിൽ നിന്നും പതിവായി മദ്യം മോഷ്ടിക്കുന്നയാൾ പോലീസ് പിടിയിലായി. തുരുത്തിപ്പറമ്പ് സ്വദേശി മോഹൻദാസിനെയാണ് ചാലക്കുടി സർക്കിൾ ഇൻസ്പെക്ടർ എം.കെ. സജീവ് അറസ്റ്റ് ചെയ്തത്. പല ദിവസങ്ങളിലായി ഇയാൾ ചാലക്കുടി ഇടുക്കൂട് പാലത്തിന് സമീപത്തെ ഷോപ്പിൽ നിന്നും മദ്യം മോഷ്ടിക്കുകയായിരുന്നു. ബിയർ വാങ്ങിയ ശേഷം തന്ത്രപൂർവ്വം ഓരോ കുപ്പി മദ്യം വസ്ത്രത്തിനുള്ളിൽ തിരികെ വയ്ക്കും. സ്റ്റോക്കിൽ വ്യത്യാസം വന്നപ്പോൾ സംശയം തോന്നിയ മാനേജർ CCTV ക്യാമറ പരിശോധിച്ചപ്പോഴാണ് മോഷണകാര്യം വ്യക്തമായത്. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ദേശീയപാത കല്ലിടുക്കിൽ നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ മറ്റൊരു ലോറി ഇടിച്ച് ഉണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. തമിഴ്നാട് കരൂർ സ്വദേശി 40 വയസ്സുള്ള അറുമുഖ സുന്ദര പെരുമാൾ ആണ് മരിച്ചത്. തമിഴ്നാട് സ്വദേശി ശക്തിവേലിന് സാരമായി പരിക്കേറ്റു. ഇയാളെ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ 2 മണിയോടെ പാലക്കാട് ഭാഗത്തേക്കുള്ള പാതയിൽ അപകടം നടന്നത്. പീച്ചി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു.
കയ്പമംഗലം വഞ്ചിപ്പുരയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റു. വഞ്ചിപ്പുര കണക്കാട്ടുശ്ശേരി ലത, കുന്നുങ്ങൽ അജിത എന്നിവർക്കാണ് കടന്നൽ കുത്തേറ്റത്. ഇന്ന് രാവിലെ 8:30യോടെയാണ് സംഭവം. വഞ്ചിപ്പുര ബീച്ചിൽ 25ഓളം തൊഴിലാളികൾ ചേർന്ന് പറമ്പ് വൃത്തിയാക്കുന്നതിനിടെയാണ് കടന്നൽ കുത്തേറ്റത്. കടന്നൽ കുത്തേറ്റവരെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പണിയെടുക്കാൻ വന്നപ്പോൾ 15-ാം വാർഡിലാണ്, 15-ാം വാർഡില് പണിക്ക് വന്ന് പുല്ലൊക്കെ വെട്ടിക്കൊണ്ടിരിക്കല്ലേ കടന്നലിൻ്റെ ആക്രമണം ഉണ്ടായി. ഞങ്ങളെല്ലാവരും ഓടി, 2 പേരെ ഓടിച്ചിട്ട് കുത്തി, തലയ്ക്കും മുഖത്തൊക്കെ കുത്തുകൊണ്ട് മുഖം വീർത്ത് അവരെ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഒരാൾക്ക് ബുദ്ധിമുട്ട് കൂടുതലാണ്. അപ്പം ട്രിപ്പൊക്കെ ലതാശാന്തെ അജിതയ്ക്ക് തലയിലാണ് കുത്തുകൊണ്ടിട്ടുള്ളത്. അങ്ങനെ അവരവിടെ കൊണ്ടുപോയി അവിടെ നിന്ന് ഇപ്പോൾ കൊടുങ്ങല്ലൂർക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. കൊടുങ്ങല്ലൂർ ഡോക്ടറെ കാണിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞ് ഇത്രയും ബുദ്ധിമുട്ടാണ് ലതാശാന്തിന്. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ പ്ലാസ്റ്റിക് മാലിന്യം കൂട്ടിയിട്ട ഷെഡിന് തീപിടിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഇന്ന് രാവിലെയാണ് സംഭവം. ഷെഡിന് സമീപം കൂട്ടിയിട്ടിരുന്ന ചപ്പ് ചവറിൽ നിന്നാണ് തീ പടർന്നത്. കൊടുങ്ങല്ലൂരിൽ വൈദ്യുതി ലൈനിൽ തീപിടുത്തം. പടിഞ്ഞാറേ നടയിൽ ശ്രീ കുമാരസമാജം കോംപ്ലക്സിന് സമീപമുള്ള ട്രാൻസ്ഫോമറിൽ നിന്നും എതിർവശത്തുള്ള പോസ്റ്റിലേക്ക് കണക്ഷൻ നൽകിയിട്ടുള്ള കേബിളിനാണ് തീപിടിച്ചത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ അൾട്രാവയലറ്റ് രശ്മി പതിച്ചത് ഒല്ലൂരിൽ. അൾട്രാവയലറ്റ് സൂചിക അനുസരിച്ച് 6 ആണ് ഒല്ലൂരിൽ രേഖപ്പെടുത്തിയത്. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യതാപത്തിനും ത്വക്ക് രോഗത്തിനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കുമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. അതേസമയം വേനലിന് ആശ്വാസമായി ജില്ലയിലെ വിവിധയിടങ്ങളിൽ മഴ ലഭിച്ചു. കുംഭച്ചൂടിൽ വെന്തുരുകുന്ന നാടിന് ആശ്വാസം പകർന്ന് കൊടകരയിൽ മഴയെത്തി. ഇന്ന് ഉച്ചകഴിഞ്ഞ് 2:30യോടെയാണ് ശക്തമായ രീതിയിൽ കൊടകരയിലും പരിസരത്തും മഴ പെയ്തത്. 3/4 മണിക്കൂറോളം മഴ തുടർന്നു. തൃശൂർ ഷൊർണൂർ റോഡിലുള്ള MS മെറിറ്റ് ഫിൻകോപ്പിൽ 32 ഗ്രാം മുക്കുമണ്ടം പണയം വെച്ച് 1,60,000 രൂപ തട്ടിയെടുത്ത കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് സംഭവം. വാടാനപ്പള്ളി ഗണേശമംഗലം സ്വദേശി പുത്തൻ വീട്ടിൽ ഇല്യാസ് ആണ് പിടിയിലായത്. 1 വർഷത്തോളമായി ഒളിവിൽ കഴിഞ്ഞു വന്നിരുന്ന പ്രതിയെ ആലുവയിലെ ഫ്ളാറ്റിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. തൃശൂർ ACP സലീഷ് N ശങ്കരന്റെ നേതൃത്വത്തിൽ ഈസ്റ്റ് ഇൻസ്പെക്ടർ MJ ജിജോ, SI ബിബിൻ B നായർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പഴയന്നൂരിൽ ലോഡ് ഇറക്കുന്നതിനിടെ ടിപ്പർ ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞു. ഡ്രൈവർ വാഹനത്തിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു. പഴയന്നൂർ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ഇനി TCV ലഹരി വിരുദ്ധ ക്യാമ്പയിൻ. ജീവിതമാണ് ലഹരി. മയക്കുമരുന്നായി ഉപയോഗിക്കുന്നത് കഞ്ചാവ് മുതൽ മാരക രോഗത്തിനുള്ള മരുന്ന് വരെ. എക്സൈസിന്റെ ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിലാണ് പലതരത്തിലുള്ള മയക്കുമരുന്നിന്റെ കണക്കുകൾ ലഭിച്ചത്. MDMA, മെത്താഫിറ്റമിൻ, LSD, നൈട്രോസെഫം ടാബ്ലറ്റ്, ഹെറോയിൻ, ചരസ്, ഹാഷിഷ് ഓയിൽ, കഞ്ചാവ്, ബാങ്ക്. സംസ്ഥാനത്ത് കണ്ടെത്തിയത് മയക്കുമരുന്നിന്റെ വേറിട്ട രൂപങ്ങൾ. ഏറ്റവും കൂടുതൽ ഉപയോഗത്തിലുള്ളത് കഞ്ചാവ്. എക്സൈസ് തുടക്കം കുറിച്ച ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് പരിശോധനകളിലാണ് വിവിധ തരത്തിലുള്ള മയക്കുമരുന്നുകൾ പിടികൂടിയത്. 77 കിലോയിലധികം കഞ്ചാവ് 5 ദിവസത്തിനകം പിടികൂടി. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന രീതികളും വ്യത്യസ്തമാണ്. ലഹരിക്കെതിരായ പരിശോധന കർശനമാക്കാനാണ് എക്സൈസ് തീരുമാനം. സ്കൂളുകൾ, കോളേജുകൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവ കേന്ദ്രീകരിച്ചുള്ള പരിശോധന തുടരും. അതിർത്തി കടന്നെത്തുന്ന ലഹരിക്കെതിരെയും ജാഗ്രത തുടരും. നേരിട്ടെത്തിക്കുന്നവർ മുതൽ കൊറിയർ വഴി ലഹരി കടത്തുന്നവരുമുണ്ട്. മാരക അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ ലഹരിക്കായി ഉപയോഗിക്കുന്നവരുമുണ്ടെന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. വരും ദിവസങ്ങളിൽ വാഹന പരിശോധനയും കർശനമാക്കുമെന്ന് എക്സൈസ് അറിയിച്ചു. TCV തൃശൂർ. മയക്കുമരുന്നിനെതിരെ പോരാടാനൊരുങ്ങി കയ്പമംഗലം നിയോജക മണ്ഡലം. മയക്കുമരുന്നിനെതിരെ ജനകീയ കൂട്ടായ്മകൾക്ക് രൂപം നൽകി. മണ്ഡലത്തിലെ മുഴുവൻ ജനപ്രതിനിധികൾ, സർക്കാർ സംവിധാനങ്ങൾ,
രാഷ്ട്രീയ, സാമൂഹിക, കലാകായിക സംഘടനകൾ, വിമുക്തി, യോദ്ധാവ് സ്നേഹത്തോൺ പദ്ധതികളുടെ സംഘാടകർ എന്നിവരെയെല്ലാം ഒരു കുടക്കീഴിൽ സംയോജിപ്പിച്ചാണ് ജനകീയ കൂട്ടായ്മ രൂപവൽക്കരിച്ചത്. മയക്കുമരുന്നിന്റെ വിതരണം, ഉറവിടം എന്നിവ കണ്ടെത്താനും ഇതിൽ ഉൾപ്പെടുന്നവരെ കണ്ടെത്തി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനും കുട്ടികളടക്കം ഇതിന്റെ ഇരകളായവരെ മയക്കുമരുന്നിൽ നിന്നും മോചിപ്പിക്കാനും പ്രത്യേക പദ്ധതികൾ നടപ്പാക്കും. മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിലും മാർച്ച് മാസത്തിൽ തന്നെ ജനകീയ കൂട്ടായ്മകൾ രൂപവൽക്കരിക്കും. തുടർന്ന് ഏപ്രിൽ മാസത്തിൽ വാർഡ് തല സംഗമങ്ങളും അയൽപ്പക്ക സ്നേഹ സദസ്സുകളും സംഘടിപ്പിക്കും. വാർഡ് തലത്തിൽ നടത്താൻ സാധിക്കുന്ന 21 ഇന പ്രവർത്തന പരിപാടിക്കും യോഗം രൂപം നൽകി. മണ്ഡലം തലത്തിൽ അക്കാദമിക്, കൗൺസിലിംഗ്, ലീഗൽ, പ്രചരണം, കലാവിഭാഗം, കായിക വിഭാഗം, സാമ്പത്തികം എന്നിങ്ങനെ 7 സബ് കമ്മിറ്റികളും രൂപവൽക്കരിച്ചിട്ടുണ്ട്. മയക്കുമരുന്ന് ഉപയോഗം കൂടുതലുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ച് പ്രത്യേക പരിശോധന നടത്തുമെന്ന് E.T. ടൈസൺ MLA പറഞ്ഞു. നമുക്ക് നമ്മുടെ പ്രദേശത്ത് ഹോട്ട്സ്പോട്ട് ആയി കാണുന്ന അല്ലെങ്കിൽ പ്രശ്നസങ്കീർണമായി കാണുന്ന നമുക്ക് ചില പ്രദേശങ്ങളൊക്കെ കുട്ടികളൊക്കെ അങ്ങനെ തമ്പടിച്ച് അത്തരം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കാണുന്ന സ്ഥലങ്ങളിലെല്ലാം പ്രത്യേകമായിട്ടുള്ള പരിശോധന നടത്തും. നമ്മൾ പോലീസും എക്സൈസും അതിനോട് ബന്ധപ്പെട്ട് സന്നദ്ധ സംഘടനകളുടെ കൂടി സഹായത്താൽ അത് ചെയ്യാൻ കഴിയുമോ എന്നുകൂടി ആലോചിക്കുകയാണ്. TCV കയ്പമംഗലം. ജില്ലയിൽ ലഹരിക്കെതിരായിട്ടുള്ള നടപടികൾ പോലീസ് കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും സമൂഹം കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ പറഞ്ഞു. TCVയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടികളുടെ ലഹരി ഉപയോഗം സംബന്ധിച്ച് സ്കൂൾ, കോളേജ് അധികൃതർ പോലീസിനെ അറിയിക്കാത്ത പ്രവണതയുണ്ട്. ലഹരി കേസിൽ പ്രതിയായിട്ടുള്ളവർക്ക് വധശിക്ഷ വരെ ലഭിക്കാവുന്നതാണെന്നും അവരുടെ കുടുംബത്തിന്റെ വരെ സ്വത്തുക്കൾ വരെ കണ്ടുകെട്ടാൻ നിയമത്തിൽ വകുപ്പുണ്ടെന്നും കമ്മീഷണർ പറഞ്ഞു. ലഹരിക്കെതിരായിട്ടുള്ള നടപടികൾ പോലീസ് കുറച്ചും കൂടി ശക്തപ്പെടുത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻ ഡി ഹണ്ട് സംസ്ഥാനം മുഴുവനുള്ള 20 പോലീസ് ജില്ലകളിലും കൂടുതൽ ലഹരി കേസുകൾ പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ജില്ലയിലുള്ള ഡാൻസ് ഓഫ് ടീമിനെ കൊണ്ടും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനെ കൊണ്ടും പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സംയുക്തമായിട്ട് കഴിഞ്ഞ ആഴ്ച തൊട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും കൂടി പരിശോധന ചെയ്തു വരുന്നുണ്ട്. പോലീസിൻ്റെ ഭാഗത്ത്, എക്സൈസിൻ്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇതിന് പിന്തുണയായിട്ട് നമുക്ക് ഇതിൻ്റെ വിവരങ്ങൾ കൊടുക്കുന്ന ഒരുപാട് പേര് പുറത്ത് പറയാൻ ആഗ്രഹിക്കാതെ, പേര് പറഞ്ഞാലും ഓഫ്കോഴ്സ് പുറത്ത് വിടാതെ ഒരുപാട് നല്ല ഉദ്ദേശത്തോടുള്ള വ്യക്തികളുണ്ട്, പൊതുജനങ്ങളുണ്ട്, നാട്ടുകാരുണ്ട്. അവരുടെ സഹായം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും കേസുകൾ പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേ ഒരു സഹായം, അതേ ഒരു സഹകരണം എന്നതിന് പുറമെ അത് ഒരു ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള കുട്ടികൾക്കും നിങ്ങളുടെ ബന്ധുക്കൾ, അയൽവാസികൾ, അറിയാവുന്നവർ, അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിലുള്ള ഭാവി തലമുറയായിട്ടുള്ള എല്ലാ കുട്ടികൾക്കും വേണ്ടി നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ്. ആ ഒരു ബോധത്തോടു കൂടി കുറച്ചും കൂടി കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ യോദ്ധാവ് നമ്പറിൽ പറയാം, ADGP എല്ലാം കൺട്രോൾ റൂമിൽ പറയാം. ഈ നമ്പറുകൾ നിങ്ങൾക്ക് ഓർമ്മയിൽ ഇല്ല എന്ന് പറഞ്ഞാലും 112 വിളിച്ചിട്ട് 112 വിളിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ അതിൽ നിന്ന് നമുക്ക് ഈ കേസുകൾ, അതുപോലെ തന്നെ ലഹരി വിൽക്കാനായിട്ട് എത്തുന്നവർ, ലഹരി ഉപയോഗിക്കാൻ സാധ്യതയുള്ള ആൾക്കാരിൽ നമുക്ക് നിയമ നടപടി എടുക്കാൻ പറ്റും. വേറെ ഈ ലഹരി കേസുകളിൽ പ്രതിയായിട്ട് ഉള്ളവർ, ലഹരി കച്ചവടക്കാരായിട്ട് പോകുന്നവർക്ക് പറയാനുള്ളത്, വധശിക്ഷ വരെ കിട്ടാനുള്ള കുറ്റങ്ങൾ ഈ നിയമത്തിലുണ്ട്. അതുപോലെ തന്നെ ലഹരി കേസിൽ പ്രതിയായിട്ടുള്ളവരുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പറയാനുള്ളത്, ഈ ലഹരി കേസിൽ പ്രതിയായിട്ടുള്ളവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള അധികാരം ഈ നിയമത്തിലുണ്ട്. ഏകദേശം ഇവരുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഈ ലഹരി കേസിൽ പ്രതിയായ ഒരു വ്യക്തിയുടെ പേരിൽ നമുക്ക് ഈ ലഹരി കേസിൽ വിറ്റ് ഉണ്ടാക്കിയ പൈസ അവർക്ക് പോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള നിയമപരമായിട്ടുള്ള അധികാരം നമ്മുടെ കയ്യിലുണ്ട്. വൈദ്യുതി ബിൽ കുടിശ്ശിക അടയ്ക്കാത്തതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂളിലെ ഫ്യൂസ് ഊരി. 28,380 രൂപയുടെ വൈദ്യുതി ബിൽ കുടിശ്ശിക വന്നതിനെ തുടർന്നാണ് KSEB അധികൃതർ ഫ്യൂസ് ഊരിയത്. തുടർന്ന് PTA ഭാരവാഹികൾ MLA ഉൾപ്പെടെയുള്ളവരുമായി ബന്ധപ്പെട്ട് താമസിയാതെ വൈദ്യുതി പുനഃസ്ഥാപിച്ചു. 2 മാസത്തെ വൈദ്യുതി ബിൽ കുടിശ്ശിക തുക അടയ്ക്കാതിരുന്നതിനെ തുടർന്ന് 1 മാസത്തെ സാവകാശം KSEB നൽകിയിരുന്നു. പിന്നീട് കഴിഞ്ഞ ഫെബ്രുവരി 28-ന് സ്കൂൾ അധികൃതർക്ക് KSEB നോട്ടീസ് നൽകി. തുടർന്നും ബില്ലടയ്ക്കാതെ വന്നതോടെയാണ് വൈദ്യുതി വിച്ഛേദിച്ചത്. സ്കൂൾ അധികൃതരുടെ കെടുകാര്യസ്ഥതയാണ് വൈദ്യുതി വിച്ഛേദിക്കാൻ കാരണമെന്ന് ആക്ഷേപമുയർന്നിട്ടുണ്ട്. നിരവധി കേസുകളിലായി തൃശൂർ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടിരിക്കുന്നത് 4,951 വാഹനങ്ങൾ. സിറ്റി റൂറൽ പരിധിയിലാണ് ഇത്രയും വാഹനങ്ങൾ പിടിച്ചിട്ടുള്ളത്.
സംസ്ഥാനത്ത് മൊത്തം 26,195 വാഹനങ്ങൾ ഇത്തരത്തിൽ പിടിച്ചിട്ടുണ്ട്. വാഹനങ്ങളുടെ എണ്ണത്തിൽ മുമ്പിലുള്ളത് തൃശൂർ ജില്ലയാണ്. പുത്തൻ കാറുകൾ വരെ കൂട്ടത്തിലുണ്ട്. പല കേസുകളുടെയും വിചാരണ നീണ്ടുപോകുന്നതാണ് വാഹനങ്ങളുടെ എണ്ണം ഇത്രയേറെ വർദ്ധിക്കാൻ കാരണം. തൃശൂർ കുന്നംകുളം റൂട്ടിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്ക്. ഗതാഗത നിയന്ത്രണത്തിന് പോലീസുകാരെ നിയോഗിക്കാത്തതുമൂലം വലഞ്ഞ് ജനം. റോഡ് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന ചൂണ്ടലിലും പുഴയ്ക്കലിലുമാണ് വൻ ഗതാഗതക്കുരുക്ക്. ഇരു സ്ഥലങ്ങളിലും വാഹനങ്ങളുടെ നിര 1 കിലോമീറ്റർ വരെ നീണ്ടു. രണ്ടിടങ്ങളിലും ഗതാഗത നിയന്ത്രണത്തിന് പോലീസിനെ നിയോഗിച്ചിട്ടില്ല. വൺവേ തെറ്റിച്ചെത്തുന്ന സ്വകാര്യ ബസ്സുകൾ കൂടിയെത്തുമ്പോൾ തൃശൂർ കുന്നംകുളം റൂട്ടിലെ യാത്ര ദുരിതയാത്രയായി മാറുകയാണ്. കോർപ്പറേഷൻ പരിധിയിലെ വഴിയോര കച്ചവട തൊഴിലാളികൾക്ക് ഐഡന്റിറ്റി കാർഡ് ഉടൻ വിതരണം ചെയ്യണമെന്ന് INTUC. കഴിഞ്ഞ 2 മാസമായി ഐഡന്റിറ്റി കാർഡ് വിതരണം ചെയ്യുന്ന പല തീയതികൾ പറഞ്ഞുവെങ്കിലും ഇപ്പോഴും കാർഡുകൾ വിതരണം ചെയ്യാൻ തീരുമാനമായില്ല. ഇതുമൂലം തൊഴിലാളികൾക്ക് ലോൺ ലഭിക്കാത്ത അവസ്ഥയാണെന്നും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. INTUC പ്രസിഡന്റ് VA ഷംസുദ്ദീൻ, ജില്ലാ ഭാരവാഹികളായ KK മോഹനൻ, MS ഷാനവാസ്, KH അബൂബക്കർ, MA ജയശ്രീ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിലെ സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ വിവിധ ആവശ്യങ്ങൾക്കായുള്ള സർക്കാർ ഫണ്ട് മാസങ്ങളായി ലഭിക്കാത്തതുമൂലം മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം താളം തെറ്റുന്നതായി KPCC സെക്രട്ടറിയും കൌൺസിലറുമായ ജോൺ ഡാനിയൽ. മാനസികാരോഗ്യ കേന്ദ്രത്തിലെ വൈദ്യുതി, ഭക്ഷണം, വെള്ളം എന്നിവയുടെ കുടിശ്ശിക ലക്ഷങ്ങൾ കടന്നിരിക്കുകയാണ്. മാസങ്ങളായി കുടിശ്ശിക ആയതുമൂലം മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം താളം തെറ്റുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കുടിശ്ശിക എത്രയും പെട്ടെന്ന് തീർത്ത് പ്രതിസന്ധി ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജോൺ ഡാനിയൽ മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും പരാതി അയച്ചു. യാക്കോബായ സുറിയാനി സഭ നിയുക്ത കത്തോലിക്ക ബാവ ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലിത്ത ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളി സന്ദർശിച്ചു. ഈ മാസം 25-ന് നടക്കുന്ന സ്ഥാനാരോഹണ ചടങ്ങിന് മുന്നോടിയായാണ് സന്ദർശനം. ആർത്താറ്റ് സിംഹാസന പള്ളിയിൽ കബറടക്കിയിരിക്കുന്ന അന്ത്യോഖ്യ സിംഹാസന പ്രതിനിധി പരിശുദ്ധ മോർ സ്ലീബ മോർ ഓസ്താത്തിയോസ് ബാവയുടെ കബറിടത്തിൽ നിയുക്ത കത്തോലിക്ക ബാവ പ്രാർത്ഥിച്ചു. നിയുക്ത കത്തോലിക്ക ബാവയെ ഫാദർ ജിബിൻ ചാക്കോ, ഫാദർ രാജൻ മാണി കോർ എപ്പിസ്കോപ്പ, ഫാദർ സ്ലീബ കാട്ടുമങ്ങാട് കോർ എപ്പിസ്കോപ്പ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. CPI വടക്കാഞ്ചേരി മുൻ ലോക്കൽ സെക്രട്ടറിയും AIYF ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന മഹേഷ് CPIയിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നു. തൃശൂർ DCC ഓഫീസിൽ നടന്ന ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് മഹേഷിന് അംഗത്വം നൽകി. MP വിൻസെന്റ്, O അബ്ദുറഹ്മാൻ കുട്ടി, ജോസ് വള്ളൂർ, മുൻ UDF ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, രാജേന്ദ്രൻ അരങ്ങത്ത് തുടങ്ങിയവർ സന്നിഹിതരായി. TCV ന്യൂസ് ക്യാമ്പയിൻ വെള്ളം പൊള്ളും. വേനൽ കടുത്തതോടെ വേലൂർ തയ്യൂരിൽ പുഴ വറ്റിവരളുന്നു. ആലുക്കൽ ചിറപാലത്തിന് താഴെയുള്ള തടയണ തകർന്നതോടെ പുഴയിൽ വെള്ളം തടഞ്ഞു നിർത്താൻ കഴിയാത്ത സാഹചര്യമാണ്. ഇത് മേഖലയിലെ കാർഷിക വൃത്തിയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. 35 വർഷം മുമ്പാണ് തയ്യൂർ ആലുക്കൽ ചിറപ്പാലവും അതിനോട് ചേർന്ന് തടയണയും നിർമ്മിച്ചത്. കാലപ്പഴക്കത്താൽ പാലത്തിനോടൊപ്പം തടയണയും തകർന്നു. കടുത്ത വേനലിൽ വെള്ളം തടഞ്ഞു നിർത്താൻ കഴിയാതെ കർഷകർ ഇപ്പോൾ പ്രതിസന്ധിയിലാവുകയാണ്. 1989-ലാണ് എരുമപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന തയ്യൂർ ആലുക്കൽ ചിറ പാലം നിർമ്മിച്ചത്. കൃഷിക്ക് ജലസേചനം നടത്തുന്നതിനായി പാലത്തിനോടൊപ്പം കോൺക്രീറ്റ് തടയണ നിർമ്മിച്ച് പലകകളിട്ട് വെള്ളം തടഞ്ഞു നിർത്തുവാനുള്ള സംവിധാനവും ഒരുക്കിയിരുന്നു. കാലപ്പഴക്കത്താൽ പാലത്തിന്റെ തൂണുകളും കൈവരികളും തടയണകളുടെ ബീമുകളും തകർന്നു. തടയണയിലെ പലകകൾ കാലവർഷത്തിലെ വെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയി. ബീമുകൾ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നു വീണതിനാൽ പുതിയ പലകകളിട്ട് വെള്ളം തടഞ്ഞു നിർത്തുവാനും കഴിയാത്ത അവസ്ഥയിലാണ്. തൂണുകൾക്ക് ബലക്ഷയം സംഭവിച്ചതിനാൽ പാലവും അപകടാവസ്ഥയിലായി. പുതിയ പാലത്തിന്റെ നിർമ്മാണത്തിന് 2023 സംസ്ഥാന ബഡ്ജറ്റിൽ 5,12,00,000 രൂപ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. പ്രാരംഭ നടപടികൾ ആരംഭിച്ചെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ അധികൃതർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ആദ്യം കുറേശ്ശെ വെള്ളം കിട്ടിയിരുന്നു, പണി തീരെ വെള്ളം കിട്ടുന്നില്ല. പിന്നെ പണി തുടങ്ങിയിട്ട് കുറെ കാലമായി.
ആദ്യം ചീഫ് ഇഞ്ചിനീയറായിട്ട് കൊണ്ടുവന്നു, പിന്നീട് അത് പാലാക്കി നമ്മളെ KS നാരായണ നമ്പറിലുള്ളപ്പോഴാണ് പിന്നെ പാലാക്കി മാറ്റിയത്. ഇങ്ങനെയുള്ള അവസ്ഥകളായിട്ട് കുറേ വർഷമായി നിൽക്കുന്നു. കർഷകർ വളരെ ബുദ്ധിമുട്ടിലാണ്, കാരണം വെള്ളമില്ലാത്ത പ്രശ്നം. എരുമപ്പെട്ടി കടങ്ങോട് പ്രദേശങ്ങളിൽ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് എളുപ്പമാർഗമായതിനാലും റോഡ് BMBC നിലവാരത്തിൽ പണിതതിനാലും ആംബുലൻസ് ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങളാണ് ദിനംപ്രതി ഈ പാലത്തിലൂടെ സഞ്ചരിക്കുന്നത്. പാലത്തിന്റെ നിരോധന ഉത്തരവ് ലംഘിച്ച് ക്രഷറുകളിൽ നിന്ന് അമിതഭാരം കയറ്റിയുള്ള ടോറസ് ടിപ്പറുകളും അപകടാവസ്ഥയിലായ പാലത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. എരുമപ്പെട്ടിനെയും വേലൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലാണ് ഇത്. ഇതിന്റെ പണി തുടങ്ങിയിട്ട് കുറേ കാലമായി. കടലാസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പണികളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോഴും ഇതിനൊന്നും മുന്നോട്ടേക്ക് യാതൊരു ഇതും നടക്കുന്നില്ല. ഇപ്പോഴും ഇങ്ങനെ മണ്ണ് പരിശോധന, സ്ഥലം വിളവെടുപ്പ് ഇതൊക്കെ നടക്കുന്നുണ്ട്, അല്ലാതെ വേറെ ഒന്നും കാണാനില്ല. ഇവിടുത്തെ കൃഷിക്കാർക്കൊക്കെ ഭയങ്കര ഉപകാരപ്പെട്ട ഒരു തടയണയൊക്കെ ഉണ്ടായിരുന്ന ഒരു പാലമായിരുന്നു ഇത്. പാലവും തടയണയും ഒരുമിച്ചുണ്ടായിരുന്നതാണ്. ഇപ്പൊ ഇതിന്റെ പണികളൊന്നും നടക്കുന്നില്ല. എത്രയും വേഗം ഇതിന്റെ പണികൾ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എരുമപ്പെട്ടി, വേലൂർ പഞ്ചായത്തുകളിലെ കർഷകർ നെൽകൃഷിക്കും വാഴ, പച്ചക്കറി കൃഷിക്കും പുഴയിലെ വെള്ളത്തെ ആശ്രയിക്കുന്നുണ്ട്. മതിയായ വെള്ളം ലഭിക്കാത്തതിനാൽ പലരും കൃഷി ഉപേക്ഷിച്ച അവസ്ഥയിലാണ്. പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയാൽ തടയണയും നിർമ്മിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. എന്നാൽ ടെൻഡർ നടപടികളിലേക്ക് പോലും ഇതുവരെ കടന്നിട്ടില്ല. ഉദ്യോഗസ്ഥരുടെ മെല്ലെ പോക്ക് നയമാണ് നിർമ്മാണം വൈകുന്നതിന് ഇടയാക്കുന്നതെന്ന് ആരോപണമുണ്ട്. അളവെടുപ്പും മണ്ണിന്റെ ബലപരീക്ഷണവും പലയാവർത്തി നടന്നു. എന്നാൽ പദ്ധതി ഇപ്പോഴും കടലാസിൽ മാത്രമാണ്. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് പദ്ധതി വൈകാൻ ഇടയാക്കുന്നത്. ക്യാമറ പേഴ്സൺ ഇബ്രാഹിമിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. പക്ഷികൾക്കായുള്ള ഭോജന പാനപാത്രങ്ങൾ തയ്യാറാക്കി തൈക്കാട് VR അപ്പു മാസ്റ്റർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ വീടുകളിലും പറമ്പുകളിലും സ്ഥാപിക്കാനുള്ള പാത്രങ്ങളും പക്ഷികൾക്ക് കഴിക്കാനുള്ള പല വ്യഞ്ജനങ്ങളുടെ കിറ്റും കൈമാറി ഫസ്റ്റ് അസിസ്റ്റന്റ് രഞ്ജിത്ത് P. ആൻഡോ ഉദ്ഘാടനം ചെയ്തു. മേജർ PJ സ്റ്റൈജു, യൂണിറ്റ് NCC ഓഫീസർ ലഫ്റ്റനന്റ് അബ്ദുൽ അസീസ്, അധ്യാപകരായ ശ്രീനിവാസൻ VB, ഷൈഫൽ KU എന്നിവർ സംസാരിച്ചു. ചാവക്കാട് ബ്ലാങ്ങാട് ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിന്റെ നഗരസഭാതല പഠനോത്സവ പരിപാടിയും സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രഖ്യാപനവും നടന്നു. മണത്തല പള്ളിത്താഴത്ത് ചാവക്കാട് നഗരസഭാ ഉപാധ്യക്ഷൻ KK മുബാറക് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ അധ്യക്ഷയായി. SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഷൈജു PS, വാർഡ് കൌൺസിലർമാരായ ഉമ്മു ഹുസൈൻ, രഞ്ജിത്ത് KP എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം പഞ്ചായത്തിൽ മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി പൊതു ഇടങ്ങൾ ശുചീകരിക്കുന്നതിന് തുടക്കം കുറിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി 3 പീടിക യൂണിറ്റിന്റെ സഹകരണത്തോടെയാണ് ശുചീകരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA ഇസ്ഹാബ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി 3 പീടിക യൂണിറ്റ് ഭാരവാഹികൾ, പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കാഞ്ചേരി മെർച്ചന്റ് യൂത്ത് വിംഗിന്റെ നേതൃത്വത്തിൽ വ്യാപാര ഭവനിൽ ലഹരി വിരുദ്ധ സംഗമം നടത്തി. വടക്കാഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ ജീൻ സൈമൺ C ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് വിംഗ് പ്രസിഡന്റ് എൽദോ പോൾ അധ്യക്ഷത വഹിച്ചു. യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി പ്രശാന്ത് P. മേനോൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് മല്ലയ്യ, PN ഗോകുലൻ, PS അബ്ദുൽ സലാം തുടങ്ങിയവർ സംസാരിച്ചു. ഉടുപ്പിയിൽ നടന്ന സീനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ ദേശീയ സമ്മേളനത്തിൽ മികച്ച പ്രവർത്തനത്തിന് വനിതാ വിഭാഗത്തിനുള്ള അവാർഡ് തൃശൂർ സീനിയർ ചേംബർ വനിതാ വിഭാഗം കരസ്ഥമാക്കി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വനിതാ വിഭാഗങ്ങളിൽ നിന്നും ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത് വിലയിരുത്തിയാണ് അവാർഡ് നൽകിയത്. ചെത്ത് മദ്യവ്യവസായ തൊഴിലാളി ഫെഡറേഷൻ AITUC-യുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ കൂട്ടധർണ നടത്തി. AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, KG ശിവാനന്ദൻ, TK സുധീഷ്, രാകേഷ് കണിയാമ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. വർഷങ്ങൾ പഴക്കമുള്ള ഒരു തൊഴിൽ മേഖലയാണ്.
സമഗ്ര ശിക്ഷ കേരളയുടെ ഭാഗമായി കോണത്തുകുന്ന് ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് തല പഠനോത്സവം വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ ഷാജി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ഷീല സജീവൻ അധ്യക്ഷയായി. വെള്ളാങ്കല്ലൂർ BRC BPC ഗോഡ്വിൻ റോഡ്രിക്സ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സൂജൻ പൂപ്പത്തി, PS ഷക്കീന, KA സദക്കത്തുള്ള തുടങ്ങിയവർ സംസാരിച്ചു. പോർക്കുളം അഗതിയൂരിലെ കലവർണ്ണക്കുളം നവീകരിക്കുന്നു. നഗരസഞ്ചയ പദ്ധതിയിൽ നിന്നും 80 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആദ്യഘട്ട നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. SC/ST കമ്മീഷൻ അംഗം TK വാസു നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് എഞ്ചിനീയർ മേരി ജോൺ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശി, ബ്ലോക്ക് മെമ്പർ സിന്ധു ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് INTUC പുതുക്കാട് റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂർ വില്ലേജ് ഓഫീസിന് മുൻപിൽ പ്രാർത്ഥനാ സമരം നടത്തി. പിണറായി വിജയന് സൽബുദ്ധി തോന്നുന്നതിനു വേണ്ടി ആശാവർക്കർമാരും തൊഴിലാളികളും മെഴുകുതിരി കത്തിച്ചാണ് പ്രാർത്ഥനാ സമരം നടത്തിയത്. UDF മുൻ ജില്ലാ ചെയർമാൻ MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. INTUC റീജിയണൽ പ്രസിഡന്റ് കല്ലൂർ ബാബു അധ്യക്ഷത വഹിച്ചു. INTUC ദേശീയ സമിതി അംഗം ആന്റണി കുറ്റൂക്കാരൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി, UDF ബ്ലോക്ക് ചെയർമാൻ KL ജോസ്, ജിമ്മി മഞ്ഞളി, പ്രിൻസൻ തയ്യാലിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. എടതിരുത്തി പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രജിസ്ട്രേഡ് ക്ലബ്ബുകൾക്ക് സ്പോർട്സ് ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR നിഖിൽ, പഞ്ചായത്ത് അംഗം PH ബാബു, പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥ മഞ്ജുള മനോഹരൻ എന്നിവർ സംസാരിച്ചു. കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിലേക്ക് സർവശിക്ഷ കേരള അനുവദിച്ച 2 പുതിയ ക്ലാസ് റൂമുകളുടെ ശിലാസ്ഥാപനം നടന്നു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ക്ലാസ് റൂമുകളുടെ ശിലാസ്ഥാപനം നിർവഹിച്ചു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KD വിഷ്ണു എന്നിവർ സംസാരിച്ചു. കോടമുക്ക് AM LP സ്കൂളിൽ പഠനോത്സവം നടന്നു. വെങ്കിടങ്ങ് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പൂർണിമ നിഖിൽ പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപകൻ TU ജെയ്സൺ അധ്യക്ഷത വഹിച്ചു. PTA അംഗങ്ങളായ ഷാജി NK, അശ്വതി മണികണ്ഠൻ, SRG കൺവീനർ ഫെമി ഫ്രാൻസിസ്, സ്റ്റാഫ് പ്രതിനിധി അനു വർഗീസ് എന്നിവർ സംസാരിച്ചു. ക്ഷീരവികസന വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷീരസാന്ത്വനം ഇൻഷുറൻസ് പദ്ധതിയിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ക്ഷീര കർഷകരെ എൻറോൾ ചെയ്ത് മാന്നാമംഗലം ക്ഷീരോത്പാദക സഹകരണ സംഘം ഒന്നാമതെത്തി. ക്ഷീരവികസന വകുപ്പിന്റെ പദ്ധതികൾ മുൻഗണന നൽകിക്കൊണ്ട് നടപ്പിലാക്കുന്ന ജില്ലയിലെ ഏറ്റവും കൂടുതൽ പാൽ സംഭരിക്കുന്ന സംഘമാണ് മാന്നാമംഗലം ക്ഷീരോത്പാദക സംഘം. പ്രസിഡന്റ് ജോർജ് പന്തപ്പള്ളി, സെക്രട്ടറി അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണുകാടൻ എന്നിവരാണ് സംഘത്തിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. മതിലകം പഞ്ചായത്ത് ഹരിത പ്രഖ്യാപനം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PS രാജു അധ്യക്ഷനായി. ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ വിനീത റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി KS രാംദാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുമതി സുന്ദരൻ, പ്രിയ ഹരിലാൽ, MK പ്രേമാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ലൈഫ് മിഷന്റെ ഭാഗമായി സ്വന്തമായി വീടും ഭൂമിയും ഇല്ലാത്ത 140 കുടുംബങ്ങൾക്കായി വടക്കാഞ്ചേരി നഗരസഭയിലെ ചരൽപ്പറമ്പിൽ നിർമ്മാണം ആരംഭിച്ച ഫ്ളാറ്റ് സമുച്ചയത്തിന്റെയും ആശുപത്രിയുടെയും നിർമ്മാണം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചു. നിയമവശങ്ങൾ പരിശോധിച്ച് നിർമ്മാണം എത്രയും വേഗം പുനരാരംഭിക്കുന്നതിനും സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനും ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി MP രാജേഷ് സബ്മിഷന് മറുപടിയായി നിയമസഭയിൽ അറിയിച്ചു. വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് കൈമാറിയ സ്ഥലത്ത് 140 വീടുകളും ആശുപത്രി കെട്ടിടവും ചേർന്ന സമുച്ചയം നിർമ്മിച്ച് ലൈഫ് മിഷന് കൈമാറുന്നതിനായി UAE റെഡ് ക്രസന്റുമായി ധാരണയിലെത്തിയിരുന്നു. നിർമ്മാണം പുരോഗമിക്കവേ മുൻ MLA ആയിരുന്ന അനിൽ അക്കര പദ്ധതികളിൽ ആരോപണങ്ങൾ ഉന്നയിച്ച് CBIക്ക് പരാതി നൽകിയതോടെയാണ് കരാറുകാരൻ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കാൻ ഇടയാക്കിയതെന്ന് MLA ചൂണ്ടിക്കാട്ടി. പോലീസ് CPMന്റെ പണിയാളുകളായി പ്രവർത്തിക്കുന്നുവെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ വേണുഗോപാൽ. യുവമോർച്ച തരൂർ മണ്ഡലം സെക്രട്ടറിയായിരുന്ന അരുൺ കുമാറിന്റെ 3ാം ചരമ വാർഷിക അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ യുവതലമുറയെ ലഹരിയിലേക്ക് തള്ളിവിടുന്നുണ്ട്
തള്ളിവിടുന്നുണ്ടെന്നും ലഹരിക്ക് അടിമപ്പെട്ട യുവതലമുറ കൊല്ലും കൊലയുമായി നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കുകയാണെന്നും വേണുഗോപാൽ പറഞ്ഞു. ബിജെപി തരൂർ മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് അധ്യക്ഷത വഹിച്ചു. യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് നന്ദകുമാർ, ബിജെപി സംസ്ഥാന കൌൺസിൽ അംഗം ദാസ്, ബിജെപി മുൻ തരൂർ മണ്ഡലം പ്രസിഡന്റ് സദാനന്ദൻ, വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീരാജ് തുടങ്ങിയവർ സംസാരിച്ചു. CPM ചിറ്റാറ്റുകര ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ മുതിർന്ന നേതാവും എംപിയുമായിരുന്ന CO പൌലോസ് മാസ്റ്ററുടെ ചരമവാർഷിക ദിനം ആചരിച്ചു. CPM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം ആഷിഖ് വലിയകത്ത് അധ്യക്ഷത വഹിച്ചു. ചിറ്റാറ്റുകരയിൽ നടന്ന പരിപാടിയിൽ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VR സന്തോഷ്, CF രാജൻ, RA അബ്ദുൽ ഹക്കീം, AC രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭയിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് വോളണ്ടിയർമാർക്കായി പരിശീലന കളരി സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷയായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AM ഷഫീർ, ശൈലജ സുധൻ, ബിന്ദു അജിത് കുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സോണി വർഗീസ്, ND സനൽ തുടങ്ങിയവർ സംസാരിച്ചു. പഴുവിൽ വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥ കേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ ആഘോഷ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം പഴുവിൽ ഫെറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ നിർവഹിച്ചു. മെയ് 2, 3, 4, 5 തീയതികളിലാണ് തിരുനാൾ. തിരുനാൾ കൊടിയേറ്റം ഏപ്രിൽ 27-നും 8-ാം ഇടം മെയ് 11-നും ആഘോഷിക്കും. നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് രംഗചേതന നൽകിവരുന്ന രംഗചേതന നാടക പുരസ്കാരത്തിന് നാടകകൃത്തും സംവിധായകനുമായ TM എബ്രഹാം അർഹനായി. പ്രൊഫസർ PN പ്രകാശ്, ഡോക്ടർ CK തോമസ്, ED ഡേവിസ് എന്നിവർ അംഗങ്ങളായ സമിതിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത്. 10,000 രൂപയും ശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ലോക നാടക ദിനമായ ഈ മാസം 27-ന് പുരസ്കാരം സമ്മാനിക്കും. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,065, പവന് 64,520. വെള്ളി ഗ്രാമിന് 108, പ്ലാറ്റിനം ഗ്രാമിന് 3,396 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് ബ്ലൂവറി കമ്പനി വാങ്ങിയ ഭൂരേഖകൾ എലപ്പള്ളി വില്ലേജ് ഓഫീസിലില്ലെന്ന് മുൻ MLA അനിൽ അക്കര. നിയമസഭാ സമിതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് അനിൽ അക്കര സ്പീക്കർക്ക് കത്ത് നൽകി. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി അധിക്ഷേപം നിയമസഭയിൽ ഉന്നയിച്ച് MLA AP അനിൽകുമാർ. കഴക പ്രവൃത്തിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അപേക്ഷ നൽകി ജീവനക്കാരൻ ബാലു. ചാലക്കുടിയിൽ ബീവറേജ് ഔട്ട്ലെറ്റ് ഷോപ്പിൽ നിന്നും പതിവായി മദ്യം മോഷ്ടിക്കുന്നയാൾ പോലീസ് പിടിയിലായി. തുരുത്തിപ്പറമ്പ് സ്വദേശി മോഹൻദാസാണ് അറസ്റ്റിലായത്. ദേശീയപാത കല്ലെടുക്കൽ നിർത്തിയിട്ട ലോറിക്ക് പുറകിൽ മറ്റൊരു ലോറി ഇടിച്ചുണ്ടായ അപകടത്തിൽ തമിഴ്നാട് സ്വദേശി മരിച്ചു. ഒരാൾക്ക് ഗുരുതര പരിക്ക്. കയ്പമംഗലം വഞ്ചിപ്പുരയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റു. 2 പേർക്കാണ് കടന്നൽ കുത്തേറ്റത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. വേനൽ കടുത്തതോടെ വേലൂർ തയ്യൂരിൽ പുഴ വറ്റി വരളുന്നു. ആലുക്കൽ ചിറ പാലത്തിന് താഴെയുള്ള തടയണ തകർന്നതോടെ പുഴയിൽ വെള്ളം തടഞ്ഞു നിർത്താൻ കഴിയാത്ത സ്ഥിതിയായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.